രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ നീണ്ട 14 വർഷം തന്റെ പ്രിയ ഭർത്താവിനെ പിരിഞ്ഞ് ഭർത്തൃമാതാക്കളെയും മറ്റും ശുശ്രൂഷ ചെയ്ത സഹനത്തിന്റെയും ആത്മാർപ്പണബോധത്തിന്റെയും പ്രതീകമായ ഊർമിളാദേവിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമ ലക്ഷ്മണന്മാർ സീതാദേവിയോട് കൂടെ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസം ഏറെ സന്തോഷ പാരവശ്യത്താൽ അയോധ്യ നിവാസികൾ എല്ലാവരും തന്നെ അവരെ കാണുവാനായി ഓടിയെത്തി. എന്നാൽ ആ ആഘോഷ സന്ദർഭത്തിൽ ലക്ഷ്മണ പത്നിയായ ഊർമിളാദേവിയെ മാത്രം അവിടെ കണ്ടില്ല. ലക്ഷ്മണൻ തന്റെ പത്നിയെ തേടി അകത്തേക്ക് ചെന്നപ്പോൾ ഊർമിളാദേവി അടുക്കളയിൽ കൊട്ടാരത്തിൽ സന്നിഹിതരാകുന്നവർക്ക് എല്ലാവർക്കും ആഹാരം പാകം ചെയ്യുന്നതിന്റെ മേൽനോട്ടത്തിലായി. വർഷങ്ങൾക്ക് ശേഷമായിട്ട് പോലും തന്റെ ഭർത്താവിനെ കണ്ടിട്ടും പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദവും ഊർമിളാദേവി കാണിക്കാതെ തന്റെ പതിയായ ലക്ഷ്മണപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് സന്തോഷത്തോടെ തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. വനവാസത്തിന് കൂടെ കൂട്ടാഞ്ഞതിലുള്ള പരിഭവമാണോ, അതോ ഇത്രയും കാലം പിരിഞ്ഞിരുന്നപ്പോൾ ഉണ്ടായ വിരക്തിയോ എന്നോർത്ത് ലക്ഷ്മണകുമാരൻ അസ്വസ്ഥനായി. അന്നേ ദിവസം രാത്രിയിൽ ലക്ഷ്മണൻ നോക്കുമ്പോൾ ശ്രീരാമൻ ഊർമിളയുടെ അന്തഃപുരത്തിലേക്ക് നടന്നു പോകുന്നത് കണ്ടു. മര്യാദാ പുരുഷോത്തമനായ ജ്യേഷ്ഠൻ തന്നെയോ ഇത് എന്ന് ലക്ഷ്മണൻ സംശയിച്ചു. രാമൻ അറിയാതെ പുറകെ ചെന്ന് നോക്കുമ്പോൾ ശ്രീരാമദേവൻ ഉറങ്ങിക്കിടക്കുന്ന തന്റെ പത്നിയായ ഊർമിളയുടെ പാദങ്ങൾ തൊട്ട് ശിരസിൽ വയ്ക്കുന്നതാണ് കണ്ടത്. ആ കരസ്പർശമേറ്റപ്പോൾ ദേവി ഞെട്ടിയിരുന്നില്ല. രാമദേവനെ കണ്ട മാത്രയിൽ അതിശയത്തോടെ ചോദിച്ചു, രാമദേവ, അങ്ങ് എന്താണ് ഈ ചെയ്തത്? സർവരാലും പൂജിക്കപ്പെടുന്ന മഹാത്മൻ എന്റെ കാൽ തൊട്ട് വന്ദിക്കുന്നു. ശ്രീരാമദേവൻ പറഞ്ഞു, ദേവി, സ്ഥാനം കൊണ്ട് എന്റെ അനുജത്തിയാണെങ്കിലും ആ ത്യാഗത്തിന് മുൻപിൽ ഞാൻ കേവലം ശിശുവാണ്. ഈ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഭവതിയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ കർമ്മങ്ങൾ കൃത്യമായി എനിക്ക് ചെയ്തു തീർക്കാനായത്. ദേവിയും സീതയെ പോലെ പതിയുടെ കൂടെ വരുവാൻ ഒരുങ്ങിയിരുന്നുവെങ്കിൽ ലക്ഷ്മണന് ഇത്ര നന്നായി എന്നെ പരിപാലിക്കാൻ കഴിയില്ലായിരുന്നു. മാത്രവുമല്ല, ദേവി ഇവിടെ ഉള്ളത് കൊണ്ട് മാതാവ് കൗസല്യ വേണ്ട പോലെ ശുശ്രൂഷിച്ചു കൊള്ളും എന്ന സമാധാനവും എനിക്കുണ്ടായി. ഏത് കർമ്മവും കൃത്യനിഷ്ഠയോടും സമാധാനത്തോടും നിർവഹിക്കുവാൻ ആദ്യം ഗ്രഹത്തിൽ സമാധാനം ഉണ്ടായിരിക്കും. എല്ലാം മനസ്സിലാക്കി വേണ്ടതുപോലെ ഗ്രഹം പരിപാലിക്കാൻ ഉത്തമയായ ഗൃഹസ്ഥയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ ദേവിയെ നയിച്ചത്. പകൽ സമയത്തായാൽ ലക്ഷ്മണനും ദേവിയും ഇതിന് അനുവദിക്കില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ സമയം തിരഞ്ഞെടുത്തത്. ഇതെല്ലാം കേട്ട ഊർമിളാദേവി, ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങയുടെ അനുഗ്രഹത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സാധ്യമായത്. വനവാസത്തിന് പോകുമ്പോൾ അങ്ങയോടുള്ള അതിരറ്റ ഭക്തി മൂലം എന്റെ പതിയും കൂടെ പോരുവാൻ തീരുമാനിച്ചപ്പോൾ എന്റെ വിരഹ ദുഃഖത്തെപ്പറ്റി അദ്ദേഹം ഒട്ടും തന്നെ ചിന്തിച്ചില്ല. എന്നാൽ ദേവ, ആ സമയത്തും അങ്ങ് എന്റെ അടുത്തെത്തി എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഞാൻ അങ്ങയോടൊരു വരം ആവശ്യപ്പെട്ടിരുന്നു. ഒരു നിമിഷം പോലും എന്റെ പതിയെ പിരിഞ്ഞിരിക്കുന്നു എന്ന വിഷമം എനിക്ക് ഉണ്ടാവരുത്. സദാ പതിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന അനുഭവത്തെ എനിക്ക് വരമായി തരണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിച്ചു. അങ്ങ് തന്ന ആ വരമാണ് എന്നെ സർവകർമ്മങ്ങളും നിഷ്ഠയോടെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പതിയോടുകൂടി ആനന്ദത്തോടെ ഇരിക്കുന്ന പതിവ്രതയായ പത്നിക്ക് മാത്രമേ നല്ല ഗൃഹസ്ഥയാവാൻ കഴിയൂ. ഇതെല്ലാം കേട്ടുനിന്ന ലക്ഷ്മണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു.